തൃശൂർ മയിലാട്ടംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തൊട്ടുംകര പുത്തൻവീട്ടിൽ ഷാജി സാലി ദമ്പതികളുടെ മകൻ ഷിജോ ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30-ഓടെ ആടിനെ തീറ്റാൻ കാടിനുള്ളിൽ പോയ സമയത്താണ് ആക്രമിക്കപ്പെട്ടത്. രാത്രിയായിട്ടും ഷിജോയെ കാണാതായതോടെ ബന്ധുക്കൾ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം പ്രദേശവാസികൾ അറിയുന്നത്. തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ കാടിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്തി. PG പോലീസും വനംവകുപ്പും ചേർന്നാണ് ഷിജോയുടെ മൃതദേഹം വനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചത്. രാത്രി 10:30-ഓടെ മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷിജോയുടെ മൃതദേഹം കൊണ്ടുപോകാനെത്തിയ വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞ് വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കി. പ്രദേശത്ത് ഹാങ്ങിങ് ഫെൻസ് സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ഹാങ്ങിങ് ഫെൻസ് ഇടണം. അപ്പോൾ ഇപ്പം അതിനു വേണ്ടിയുള്ള നിവേദനമാണ് കൊടുക്കുന്നത്. ശാസ്ത്രീയമായി വന്യമൃഗങ്ങളെ തടയണം. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അർജൻറ്റായിട്ട് ഒരു റെസൊല്യൂഷൻ എടുക്കും. ആ റെസൊല്യൂഷൻ എടുത്തിട്ട് ഇത് പട്ടിക്കാട് DFOനും PG DFOനും കൊടുക്കും. ആ റെസൊല്യൂഷൻ എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ നിർബന്ധമായി കോടതിയിൽ പോവും. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ നിയമ പോരാട്ടങ്ങളും സമരം കാര്യങ്ങളും ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അധികമായി ജനങ്ങൾ ചെയ്യും. വർഷങ്ങളായി ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. എന്നാൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുന്നത് ആദ്യമായാണ്. കാട്ടാന ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ PG മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് PG വൈൽഡ് ലൈഫ് വാർഡന് നിവേദനം നൽകി. ഇന്ന് രാവിലെയാണ് പ്രദേശവാസികൾ ചേർന്ന് PG വൈൽഡ് ലൈഫ് വാർഡൻ MK രഞ്ജിത്തിന് ഓഫീസിലെത്തി നിവേദനം നൽകിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.